തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിലെ ജനങ്ങൾ നേരിടുന്നത് സമാനതകളില്ലാത്ത അക്രമമെന്ന് ബിജെപി. ഒരു സ്ത്രീ സംസ്ഥാനം ഭരിച്ചിട്ടും പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരകളാകുന്നു. അക്രമികൾക്ക് കുടചൂടുന്ന പോലീസ് സമീപനം ഞെട്ടിപ്പിക്കുന്നതെന്നും ഇരകളെ സന്ദർശിച്ച ശേഷം ബിജെപി നിയോഗിച്ച പ്രത്യേക സമിതി പറഞ്ഞു. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൽ പിന്നെ തൃണമൂൽ കോൺഗ്രസുകാർ ബിജെപി പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചാക്രമിക്കുന്നു. സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരകളാക്കി. കുട്ടികളെപ്പോലും വെറുതെ വിടാത്ത അക്രമികൾ വസ്തുവകകളും വ്യാപകമായി നശിപ്പിച്ചു. പശ്ചിമബംഗാളിന്റെ കൂച്ച്ബിഹാർ മേഖലകളിൽ പരക്കെ അക്രമം. വസ്തുതകൾ വിലയിരുത്താൻ ബിജെപി നിശ്ചയിച്ച 4-അംഗ സമിതി ഇരകളെ സന്ദർശിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ നേരിൽ കണ്ട സമിതി അംഗങ്ങൾ ശേഷം രൂക്ഷ വിമർശനമാണ് മമതാ സർക്കാരിനെതിരെ ഉയർത്തിയത്. इन महिलाओं के चेहरे पर जो हिम्मत देखी, आशा देखी, लड़ने का जज्बा देखा। रेखा पात्रा जो हमारी एमपी कैंडिडेट थी, 4.5 लाख वोट लाई है। और दूसरा, यहाँ उनको पानी पीने नहीं दिया जाता है। कहते हैं ममता जी ने पंप लगाया है, तुमने वोट नहीं दिया, नहीं मिलेगा। ये क्या मतलब है? क्या अमानवीयता की पराकाष्ठा होगी संदेश खाली में? कहाँ चले जा रहे हैं हम लोग ममता जी की सरकार में? ये बहुत दुर्भाग्यपूर्ण है। और उनको थ्रेट करते हैं कि कुछ करोगी तो तुरंत हम कार्रवाई करेंगे, तुम्हारे घर तोड़े गए हैं। और ये सब आदिवासी लोग हैं। हम इसकी बहुत भर्त्सना करते हैं और हम अपेक्षा करेंगे इनको सुरक्षा दी जाएगी. പട്ടികജാതി സമൂഹമടക്കം തൃണമൂൽ കോൺഗ്രസുകാരുടെ അക്രമങ്ങൾക്കിരയായി. ഇരകൾക്ക് നീതി ലഭ്യമാക്കാതെ പോലീസ് അക്രമികളെ പരിരക്ഷിക്കുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ബിപ്ലബ് കുമാർ ദേവ്, രവിശങ്കർ പ്രസാദ്, ബ്രിജ്ലാൽ, കവിതാ പാട്ടീദാർ എന്നിവരടങ്ങുന്ന സമിതി റിപ്പോർട്ട് നൽകും. ഗവർണർ CV ആനന്ദബോസും സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരകൾക്ക് ഏതു സമയവും രാജ്ഭവനിൽ കടന്നുവരാമെന്നും താമസ സൗകര്യമടക്കം ക്രമീകരിച്ചതായും ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഗവർണറെ കണ്ടിരുന്നു. ജനം, ഡൽഹി.